ബിജു, പി വി അൻവർ ഇപ്പോൾ എവിടെ നിൽക്കണത്? നീ നിൽക്കുന്ന സ്ഥലത്താണോ അതിൻ്റെ അപ്പുറത്താണോ നിൽക്കുന്നത്? ശരിക്കും നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് വെള്ളമാണ്. എപ്പോൾ വേണമെങ്കിൽ വെള്ളത്തിൽ വീഴാം എന്നുള്ള നിലയിലാണ്. പി വി അൻവർ ഇന്നലെ കണ്ട കൗതുകകരമായ കാര്യം, കുറച്ചൊക്കെ മാന്യത വാർത്താ മാധ്യമ രംഗത്ത് കാണിക്കുന്നു എന്നാണ് അരുൺകുമാർ പറയുന്നത്. അരുൺകുമാർ പറയുന്നത് ഇന്നലെ ഹീറോ ആവാൻ പോവാണ് ആര്? പി വി അൻവർ. അതുകൊണ്ട് ഇന്നലെ NM വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ച എടുക്കുന്നില്ല. അവരും ഏത് ചർച്ച ചെയ്യണം? പി വി അൻവറിൻ്റെ ഹീറോ ആവുന്ന ആ റോള് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണോ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പി വി അൻവർ ഇടതുപക്ഷത്തായിരുന്നു. മറുനാടൻ മലയാളിയുടെ ഫ്ലോറിന് മുമ്പിൽ പോയി നിന്ന് വെല്ലുവിളിക്കൽ, ഏഷ്യാനെറ്റിനെ വെല്ലുവിളിക്കൽ, ഇതൊക്കെയായിരുന്നു പരിപാടി. ഏഷ്യാനെറ്റ് നിരന്തരമായിട്ട് പി വി അൻവറിനെതിരെ, അദ്ദേഹത്തിൻ്റെ കക്കാടംപൊയിലെ പാർക്കിനെതിരെ ഒക്കെയുള്ള വാർത്തകൾ. ഈ ഒരു യാത്ര തുടങ്ങുന്ന ഇടയിലാണ് പി വി അൻവർ വരുന്നത് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട്. ഇപ്പം നമ്മൾ ഒരു വിവരം, യഥാർത്ഥത്തിലൊരു വിവരം കുറച്ച് നാൾ കേട്ട് കഴിഞ്ഞ് അതിലൊരു മറ്റൊരു വിവരം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിച്ചു പോകും. മറ്റൊരു വിവരം അത് മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ്. കാരണം ട്രാക്ടറിനെതിരെ നടത്തിയ സമരം ഇടതുപക്ഷമാണ്, അതുപോലെ കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയത് ഇടതുപക്ഷം മാത്രമാണെന്നുള്ള ഒരു പൊതുബോധമുണ്ട്. അപ്പോൾ ഈ ഒരു പൊതുബോധം യഥാർത്ഥത്തിൽ 93 വരെ UDF ഉമ്മൻചാണ്ടി സമരം ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടറിനെതിരെ. പക്ഷെ അതൊന്നും ആരും പറയില്ല. അതേ രീതി തന്നെയാണ് ഇതിൽ അപ്ലൈ ചെയ്തത്. തൃശ്ശൂർ പൂരത്തിന് പെസോ നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമാണ് ഉണ്ടായത്. അതിൽ തിരുവമ്പാടിയായിട്ടുണ്ടായ ഒരു തർക്കം, അതിന് തിരുവമ്പാടി തന്നെ ആവശ്യപ്പെട്ടത് അന്നത്തെ പോലീസ് ഓഫീസറായിരുന്ന അങ്കിത് അശോകനെ മാറ്റുക എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞപ്പോൾ അതിനുള്ള നടപടി സ്വീകരിച്ചു. ആ പ്രശ്നം തന്നെ തീർന്നതാണ്. അത് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് പി വി അൻവർ ശ്രമിച്ചത് അതിന് പുറകിലുള്ളൊരു തിരക്കഥയാണ്. പി വി അൻവർ അന്നൊക്കെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായിട്ട് കൊണ്ടുവന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ടാവും. എന്ന് വെച്ചാൽ മലപ്പുറത്ത് പിടിക്കുന്ന, കരിപ്പൂർ പിടിക്കുന്ന സ്വർണം എന്ന് പറഞ്ഞാൽ കസ്റ്റംസിന് വേണമെങ്കിൽ പിടിച്ചോട്ടെ, പോലീസ് എന്തിനു പിടിക്കുന്നു, പോലീസ് അത് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ആരോപണമാണ്. ഇപ്പം ആരോപണത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. കാരണം ഇടതുപക്ഷത്തേക്ക് ചിലപ്പോൾ ഇയാൾ വരുമ്പോൾ അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇതിൽ നമ്മുടെ കഷത്തിരിക്കും കാര്യങ്ങളെന്നാണ്. ആ കാര്യങ്ങൾ ഇരിക്കാണ്ട് വന്നതിൻ്റെ വിഷമാണ്. കാരണം കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് കഴിഞ്ഞു വരുന്നവർ, അവരെ കസ്റ്റംസ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു വരുന്നവരെ സ്വർണം പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ വിവാദമാണ്. ആരുണ്ടാക്കിയത്? പി വി അൻവർ ഉണ്ടാക്കിയത്. ഇപ്പം അത് പറയണില്ല എന്നുള്ളൂ. ഓർമ്മയില്ലേ നിനക്ക്? അത് പറയാതിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം, കഴിവുണ്ടെങ്കിൽ വെക്കൂ എന്നൊക്കെ പറഞ്ഞേ. എവിടെ ജുഡീഷ്യൽ അന്വേഷണം? കള്ളന്മാർക്ക് വേണ്ടി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാനായിട്ട് പറയാൻ വരെ പറ്റില്ല. അപ്പോൾ ആ കഥയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്. കനകോലു അദ്ദേഹത്തിനെ UDF ക്ഷണിച്ചിട്ട് ആ കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് ഈ ലഹള മുഴുവൻ ഉണ്ടാക്കിയത്. പക്ഷെ ഒരു കാര്യം അതിൽ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം ആര്യാട മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ തട്ടകാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. ആര്യാട മുഹമ്മദ് ലീഗിനെ അത്ര അനുസരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളെ ആയിരുന്നില്ല. പൊതു രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു പ്രധാന കാര്യമുള്ളത് ആര്യാടൻ ഷൗക്കത്ത് പിണ്ട്, ആര്യാടൻ ഷൗക്കത്തിൻ്റെ മണ്ഡലത്തിൽ ലീഗിനൊരു സ്ഥാനാർത്ഥിനെ ഇറക്കണം. ആ ഒരു കളിയാണ് ഇപ്പോൾ കളിക്കുന്നത്. മനസ്സിലാവാതെ പോകുന്നത് കേരളത്തിലെ മാപ്രകൾക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാവാതെ പോകുന്നത് ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരെ നിങ്ങൾ എന്ത് തന്നെ ഹീറോ ആക്കിയാലും എന്ത് തന്നെ സീറോ ആക്കിയാലും ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും ലീഗും പി വി അൻവറും തമ്മിലുള്ള ആകെ കൂടിയുള്ള ഒരു സാമ്പാർ പരുവം കളിയാണ് ഈ കളിക്കുന്നത്. ഈ കളിക്കുന്ന കളി നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കളിച്ച് അന്വേഷിച്ച് നോക്കൂ. അപ്പം അറിയാം ഈ കളിയുടെ ഒരു ആകെ തുകയായിട്ടുള്ള അന്തസ്. ഇനി അറസ്റ്റാണ് വലിയ കാര്യമായിട്ട് പറയുന്നത്. മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, രാജേഷ് ഏട്ടൻ, തൃശ്ശൂർ വന്നിരിക്കുന്നത്. അദ്ദേഹം എന്നോട് പറയായിരുന്നു, ബിജു കോടതിയിൽ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലാണ് ഹാജരാക്കിയത്. ഗൂഢാലോചന എന്ന് പറയുന്നത് 120B ആണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു ചാർജ് എടുത്തിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ കേസ് ജില്ലാ കോടതിയിലേക്ക് എത്തിയിട്ടില്ല. ആ മജിസ്ട്രേറ്റ് കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. ഈ ഒരു കേസിനെയാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് തിരക്കഥ എഴുതി ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയില്ലേ, അതേപോലെ മാപ്രകൾ ചെയ്യുന്നത്. ഇവർ മാപ്രകൾ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ അറിയില്ല. നമുക്കറിയാം
എം എം മണി ഒരു പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ എം എം മണീന് വീട് വളഞ്ഞ് തന്നെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. എം എം മണി ഞങ്ങളൊരു നോട്ടീസ് തരുന്നു എന്നൊന്നുമല്ല പറഞ്ഞു, ഒരു പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറയുന്നത് നിയമസഭയുടെ കാര്യത്തിലാണ് ഈ പറയുന്നത്. അവർ നശിപ്പിച്ചാലേ നിയമസഭ ഒരു സംഘർഷഭൂമിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഭരണ പ്രതിപക്ഷതമായിട്ടുള്ള ഒരു സംഘർഷഭൂമിയായിരുന്നു. ആ സംഘർഷ സ്ഥലത്തുണ്ടായ പ്രശ്നങ്ങളാണ്. നിയമസഭയുടെ പ്രിവിലേജ് ഉണ്ട്, ആ പ്രിവിലേജ് നിയമസഭാ അംഗങ്ങൾക്ക് നിയമസഭയുടെ ഉള്ളിൽ കിട്ടുന്നതാണ്. അവിടെ സ്പീക്കറാണ് അധികാരി. നമ്മൾ ഈ അടുത്ത കാലത്ത് മറ്റൊരു നിയമസഭയിൽ ഇതുപോലൊരു സംഭവം കണ്ടു. പുറത്ത് കേസ് എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ UDF അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതാണ് അവിടുത്തെ ഒരു കേസ് നിലവിലുണ്ട്. ഇനി അവിടെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണെന്ന് വെച്ചാൽ PV അൻവറിനെതിരെ മറ്റു പല കേസുകളുണ്ടായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ കേസുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്, അതൊക്കെ കോടതിയിൽ നടക്കുന്നുണ്ട്. ഇനിയും മാപ്രകൾക്കെതിരെ പല കേസുകളും വരുന്നുണ്ട്, അതിൽ വല്ലതിലും അറസ്റ്റ് നടന്നിട്ടുണ്ടോ? അറസ്റ്റ് നടക്കണമെന്നില്ല. ഇതിൽ പ്രാഥമിക അറസ്റ്റ് നടക്കണു എന്നുള്ളത് അത് ആ ഒരു സംഭവത്തിൻ്റെ ഇത് മനസ്സിലാക്കിയിട്ടാണ്. ഒരു DF ഓഫീസ് അടിച്ച് തകർക്കും മാപ്രകൾ, ഞങ്ങൾ അങ്ങനെ അടിച്ച് തകർക്കും, എന്താണ് ഇവിടെ ചോദിക്കാൻ എന്നതാണോ നിയമം? ബിജു ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ഭരണകാലത്ത് ഒരു സമരം ഉണ്ടായാൽ, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അക്രമം പോലും ഉണ്ടായാൽ അക്രമം എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഈ അക്രമത്തെ അനുകൂലിക്കുന്ന മാപ്രകൾ. ഇപ്പം അക്രമത്തിൽ എന്ത് അക്രമം? അങ്ങനെ പാടുണ്ടോ? ഇതൊക്കെ നിങ്ങൾ തന്നെയാണെന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ സാധാരണ ജനത്തിന് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വില എത്ര കുറഞ്ഞു എന്ന് നിങ്ങൾ പുറത്ത് പോയിട്ടൊന്ന് തൂക്കം നോക്കുക, അപ്പം മനസ്സിലാവും. അപ്പോൾ എന്തായാലും PV അൻവർ കാലം ഒന്ന് കഴിയട്ടെ, പിന്നീട് അടുത്ത കഥ പിന്നെ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.